ഈ പറയുന്നതിനിടയ്ക്ക് കനി വളർന്ന് വലുതാകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഹിമാചലിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് അവൾ അവിടെ എത്തിച്ചേരുകയും ഞങ്ങളോടൊത്ത് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഞാനൊരു സമയത്ത് അവളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, കുറച്ച് നാൾ എൻ്റെ കൂടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 വർഷത്തെ അവധിയെടുത്ത് എൻ്റെ കൂടെ നടക്കണം എന്നാവശ്യപ്പെട്ടു. വേറെ ലോകത്തിനെപ്പറ്റി പലതും മനസ്സിലാക്കാനും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഈ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്നതിൽ കവിഞ്ഞുള്ള ചില ഏരിയകൾ രാഷ്ട്രീയമായും സാമൂഹികമായും തിരിച്ചറിയാനുമായിട്ട് ജീവിക്കാനുമായിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാകണം. അത് എൻ്റെ കൂടെ നടന്ന് അറിയാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചിരുന്നത്. പക്ഷെ അന്ന് അവളത് പറഞ്ഞ അവളുടെ കൂട്ടുകാരെല്ലാവരും കോളേജിലൊക്കെ ചേരുന്ന കാരണം കൊണ്ട് അവളതിന് തയ്യാറായില്ല. എൻ്റെ +2 കഴിഞ്ഞ് +2 അല്ല 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേർന്നു. പക്ഷെ +2 ചേർന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവൾ നാടകത്തിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളായി മാറിയായിരുന്നു. മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന ലോകത്ത് നിന്ന് അവൾ മോചിച്ച് മാറുന്നുണ്ട്. അവൾ തന്നെ പിന്നെ ഒരിക്കൽ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ +2 പരീക്ഷ തലേന്ന് പോയി ആയിരുന്നു ഇച്ചിരി നോക്കിയിട്ടാണ് പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ 10ാം ക്ലാസ് വരെ അവൾ ക്ലാസ്സിൽ 1ാമതാകും സ്കൂളിൽ 1ാമതാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ ആയിട്ട് 2nd ക്ലാസ് മാത്രം മാർക്ക് മേടിച്ചാണ് ജയിക്കുന്നത്. അതിനുശേഷം ഞാനൊരു ദിവസം അവൾ എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്, ഞാനിവിടെ സംസ്കൃത കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവൾ സംസ്കൃതം പഠിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ, അവളുടെ കൂട്ടുകാരികളെല്ലാം അവൾ സംസ്കൃതം 2nd ലാംഗ്വേജായിട്ട് പഠിച്ചതാണ്, മലയാളം മീഡിയത്തിലായിരിക്കുമ്പോൾ. അപ്പോൾ സംസ്കൃത കലാതിലകമൊക്കെ ആയിപ്പോയായിരുന്നു. അതുകൊണ്ട് അവളുടെ കൂടെ പഠിച്ചിരുന്നവർ സംസ്കൃത കോളേജിൽ ചേർന്നിട്ടുണ്ട്. ചേർന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് അവരെ കൂട്ടുകാരെ കാണാൻ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഈ സംസ്കൃത കോളേജിലെ അധ്യാപകരൊക്കെയാണ് ഈ സംസ്കൃത കലാതിലകമായിട്ട് മാർക്കിടാനൊക്കെ വരാറുള്ളത്. അപ്പോൾ അവർ ചോദിച്ച്, അവളെ കണ്ടപ്പോൾ അവർക്ക് അറിയാമെന്നുകൊണ്ട് അവർ ചോദിച്ച്, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പോൾ ഒന്നും ഇല്ല, വെറുതെ നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, നീ സംസ്കൃതത്തിൻ്റെ ആളല്ലേ, നീ ഇവിടെ ചേരണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ഫീസിനുള്ള പൈസയും കൂടെ അവർ കൊടുത്തെന്നാണ് അവൾ പറഞ്ഞത്. അതും കൊടുത്ത് അവളെ ചേർത്ത്. അങ്ങനെ തന്നെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അവളെ അന്വേഷിച്ചിട്ട് ഒരു ആൾ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വരുമ്പോഴാണ് ഞാനും ഇയാളും കൂടെ അവിടെ ചെന്ന്. അപ്പം ഞാൻ അവളെ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ആവശ്യപ്പെടുക ഒന്നും ചെയ്യാറില്ല, ഡയറക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരാൾ എന്നോട് വന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അങ്ങനെ ഇയാളെയും കൊണ്ട് ഞാനവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവളുടെ ക്ലാസ് റൂം ഏതാണെന്ന് ഇങ്ങനെ മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു ക്ലാസ് റൂം കാണിച്ചത്. ഞാൻ അവിടോട്ട് ചെല്ലുകയും ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ശരിക്കും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി. പക്ഷെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. അവിടെ ചടയെന്ന് കണ്ണുനീരെല്ലാം അടച്ച് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്തിനാ വന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഈ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഓടി വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനതൊന്നും പറഞ്ഞില്ല, ഞാനും ചോദിച്ചില്ല എന്തിനാണ് കരയുന്നതെന്ന്. പിന്നെ ഞാൻ അവൾക്ക് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ അവൾ പറയും എന്നറിയുന്ന കാരണം കൊണ്ട് ഞാനത് ചോദിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംവിധായകൻ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് വന്ന് ഞാൻ നിന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാണ്, നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ അവിടെ നിന്ന് പോകും. അത് അവൾ അഭിനയിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ അയാൾ സംവിധാനം ചെയ്ത സിനിമ ഇറങ്ങുന്നുണ്ട്, അതിനകത്ത് ഗീതു മോഹൻദാസാണ് അവൾക്ക് പകരം അന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് അവർ തമ്മിൽ ക്ലിക്കായില്ല എന്ന് മാത്രമേ ഞാൻ ഇങ്ങനെ പിന്നീട് ചോദിക്കത്തില്ല. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാറില്ല. അവളും ഇത് എന്നോട് പറഞ്ഞിട്ടില്ല, എന്തിനാണ് കരഞ്ഞതെന്നും പറഞ്ഞിട്ടില്ല. അതങ്ങനെ പോകുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് അപ്പോൾ അവളിങ്ങനെ പറഞ്ഞ്, ഞാൻ സംസ്കൃത കോളേജിൽ പഠിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണെന്ന് പറഞ്ഞു. ശരി എന്ന് പറയുന്ന അല്ലാതെ മറ്റൊന്നും. പക്ഷേ അവളുടെ ഒരു ഇതൊക്കെ കണ്ടിട്ട് അവൾ പറഞ്ഞ്,
എനിക്ക് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് അവർക്ക് കൺഫ്രണ്ടേഷൻ ഉണ്ടായ SFIക്കാരുമായിട്ട്. അതാണ് ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത്. അവർ ആയിട്ടുണ്ടായ ഒരു സംഘർഷം, അവർ വ്യക്തികളെന്നുള്ള നിലവാരത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളെന്നുള്ള നിലവാരത്തിൽ ഉള്ള ഒരു റെസ്പെക്റ്റ് ലഭിക്കാത്ത നിലവാരത്തിലാണ് ഈ കുട്ടികൾ പരസ്പരം സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടായ സംഘർഷമാണെന്നൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവളവിടെ പഠിക്കാതായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ കുറേ നാൾ, അപ്പോഴാ സമയത്ത് ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് തിരിച്ച് മരം നടുന്ന ഹിമാചൽ പ്രദേശിൽ പോയി ഒരു 2 മാസം കണ്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ഇവള് വല്ലാതെ ഒരു മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന പോലെ എനിക്കൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ഭക്തിയുണ്ട്, അപ്പോൾ അവർ ആയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്ക് ഊട്ടിയിലുമൊക്കെ പണ്ട് ഗുരുകുലത്തിലുള്ള സ്ഥലത്തേക്ക് പോവുകയും കനിയും കൂടെ വരികയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ബോംബെയിലും ഒക്കെ പോവുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോകുന്നു. അപ്പോഴത്തേനും അവൾ സെറ്റിൽ ഡൗൺ ചെയ്ത്, അവൾ തന്നെ അവളുടെ പ്രശ്നങ്ങളൊന്നും എന്നോട് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇരുന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സാമീപ്യമൊക്കെ കൊണ്ട് അവളും ഭക്തിയും തമ്മിൽ നല്ല കൂട്ടായി മാറുകയും അതൊരു ഒന്നിച്ച് ജീവിക്കുന്ന സംസാരിക്കുന്നതിന് ബാംഗ്ലൂരുമൊക്കെ ഞങ്ങൾ പോയി താമസിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവളെ തന്നെ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ അവൾക്ക് ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. അവൾ ഡാൻസ് ചെയ്യുന്നത് കുട്ടിക്കാലത്തേ നന്നായി ഡാൻസ് ചെയ്യും. നമുക്കിങ്ങനെ കാണാം, ടെലിവിഷൻ്റെ മുന്നിൽ അവൾ മറ്റുള്ളവർ ചെയ്യുന്ന ഡാൻസ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൾക്ക് ഡാൻസ് ചെയ്യും. പക്ഷേ ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അവളെ കൊണ്ടുപോയി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള, അവളുടെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണത്. ഈ ഡാൻസിനോടൊപ്പം വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള സകല ആശയങ്ങളും കടത്തിക്കൊണ്ടുവരും. ആർട്ടുമായിട്ട് ബന്ധം, ഇന്ത്യയിലെ നമ്മൾ ആർട്ട് പഠിക്കാൻ പോയാൽ ആർട്ടായിട്ടല്ല പഠിക്കുന്നത്, ഇവിടുത്തെ സകല പഴഞ്ചൻ വിശ്വാസങ്ങളും അതിനകത്തൂടെ കടത്തിക്കൊണ്ടുവരും. ഭയങ്കര ഒരു പ്രശ്നമാണ് നമുക്കത്. സകല ദൈവം തമ്പുരാന്മാരെയും അസംബന്ധം പിടിച്ച കാലത്തൊട്ട് തൊഴിയിക്കുന്നത് തൊട്ട് അല്ലാതെ ആ ആർട്ട് ഫോം എന്നുള്ള നിലവാരത്തിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ബാലെ പഠിക്കാൻ പോയ അവിടുത്തെ ഗുരുക്കന്മാരെയൊക്കെ അങ്ങനെ കാലത്തൊട്ട് തൊഴുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിലും അവിടുത്തെ പള്ളിയിൽ പോയിട്ടുള്ള പള്ളിയിലെ കഥ വിശ്വസിക്കുമെന്നും ആവശ്യമില്ല. ആ ചേഞ്ച് സംഭവിച്ച നാടായിരുന്നു അതൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിനകത്താണെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ആളുകളെ അടിമകളാക്കി മാറ്റുന്ന സകല ആചാരങ്ങളും പഠിപ്പിക്കും എന്നുള്ളൊരു യഥാർത്ഥ പ്രശ്നമാണ്. അപ്പം ഞാനത് കാരണം കൊണ്ട് എനിക്ക് അവളെ കൊണ്ടുപോയി ഈ ഡാൻസ് അവൾക്കാണെങ്കിൽ ഈ മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ മനസ്സിനകത്താണെങ്കിൽ അങ്ങനത്തെ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കുന്നിടത്തേക്ക് അവളെ കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ ഡാൻസ് പഠിപ്പിക്കുന്നതിനെ പറ്റി ഒരു കോൺഫ്ലിക്റ്റാണ്. എനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ റിസോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന്, എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാനതുകൊണ്ട് അവൾ തന്നെത്താൻ പോയി പഠിക്കുമ്പോൾ ഞാൻ എതിര് പറയത്തില്ല എന്നുള്ള ഒഴിച്ച് ഞാൻ കൂടെ സഹകരിച്ച് ഞാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലാണ് കുട്ടികളായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളും കൂടെ സൗകര്യപ്പെടുത്തി വണ്ടിയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ചെയ്താലേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മതാചാരം, നമ്മുടെ നാട്ടിലെ സകല മതാചാരങ്ങളും കൂടെ കടത്തിക്കൊണ്ടുവരുന്ന ഇടമായി ഈ തരത്തിലുള്ള കലാ പ്രകടനങ്ങളോ അല്ലെങ്കിൽ കല പഠിക്കാനുള്ള ഇടങ്ങളോ എല്ലാം ഈ പറയുന്ന മതാചാരത്തിനെ കടിപ്പിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോയി ഞാൻ വിഷമിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്കൊരു ഡാൻസ് പഠിക്കാനായിട്ട് അവൾ കൊള്ളാം എന്ന് എനിക്ക് തോന്നി ഒരു സ്ഥലം ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എൻ്റെ തന്നെ ഒരു പരിചയക്കാരന് സുഹൃത്തായിരിക്കുന്ന ജയചന്ദ്രൻ നടത്തുന്ന നാട്യക്കളരി, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, ആട്ടക്കളരി. ആട്ടക്കളരി എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള സംഘത്തെ ഞാൻ വിചാരിച്ചു അവളെ അവിടെ കൊണ്ടുപോയി വിട്ട് അവൾക്കത് പഠിക്കട്ടെ. അപ്പോൾ അവരാണെങ്കിൽ കണ്ടംപററി ഡാൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. അതിനകത്ത് ഈ തരത്തിലുള്ള ഭീകരപ്രവർത്തനമില്ല.
മതാചാരം, കാലത്തൊട്ട് തൊഴിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കത്തില്ലെന്നും ഗുരുശിഷ്യ ബന്ധമൊന്നുമല്ല, യഥാർത്ഥത്തിൽ ആൾക്കാരെ ഈക്വലായിട്ട് കണ്ടുകൊണ്ട് ആർട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള നിലവാരത്തിലാണ് ഞാനവിടെ കൊണ്ടുപോയി വിട്ടത്. പക്ഷെ അവളുടെ മനസ്സിലും അവൾ ജീവിച്ചതും അവൾ മനസ്സിലാക്കിയത് അവൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് എന്ന് പറയുന്നത് അതല്ല. അതെൻ്റെ ഈ പറയുന്ന പോലെ ഞാൻ പരാജയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. എങ്കിലും ഞാൻ അവിടെ വിട്ട് ഒരു 3 മാസം 4 മാസം അവളവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഒരു ദിവസം എന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു പാർക്കിലൊക്കെ ഇരുത്തി ജീവിതത്തിനെ പറ്റിയൊക്കെ അവൾ സംസാരിച്ചു തുടങ്ങി. ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അവളെന്തായാലും ഇനിയിപ്പോൾ ഡാൻസ് പഠിക്കുന്നില്ല എന്നാണ് സത്യത്തിൽ പറയുക. ഇവിടെ പഠിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാനുണ്ട് അവൾ പറയുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നും പറയാൻ പറ്റാത്ത നിലവാരത്തിൽ ആഴത്തിലാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് അവളെന്തായാലും ഇനി ആട്ടക്കളരിയിൽ പഠിക്കുന്നില്ല എന്ന് മനസ്സിലായി. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടുത്തെ അപ്പോൾ അവൾ പറഞ്ഞ് കഥക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അവരുമായിട്ടൊക്കെ ആലോചിച്ച് 3 വർഷ കോഴ്സുണ്ട്. അത് BA ആയിട്ടാണ്. അതിനകത്ത് കഥക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭരതനാട്യമോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, അത് പഠിക്കുന്നതിനോടൊപ്പം ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി 1-2 പേരെ കാണുക, നല്ല കഴിവുള്ള ആളുകളെയൊക്കെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവൾ ചേരുന്നുണ്ട് എന്നുള്ള ഭാവത്തിലൊക്കെ അവിടെ ഇരുന്നെങ്കിലും തിരിച്ച് വന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല, പോകുന്നതിനെ പറ്റി പറയുന്നില്ല. ഞാനൊരിക്കലും അവൾ ഇന്നത് ചെയ്യണം എന്ന് ആവശ്യപ്പെടത്തേയില്ല. അവൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണ് ചെയ്തത്. വീണ്ടും മാസങ്ങൾ പോവുകയും ഞാൻ മരം നടുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയൊക്കെ ആണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഹിമാചലിൽ താമസിക്കുന്ന സമയത്ത് അന്ന് ഒരു കൂട്ടുകാരൻ പയ്യനുണ്ടായിരുന്നു, ഹസൻ എന്ന് പറഞ്ഞിട്ട്. ആ ഹസനുമായിട്ട് അവിടെ വന്നു. അങ്ങനെ അവിടെ ഒരു മാസത്തോളം എൻ്റെ കൂടെ അവിടെ ജീവിക്കുകയും അപ്പോൾ ഭക്തിയും ഞാൻ ഹസനും എല്ലാം ആയിട്ട് നല്ലൊരു കാലയളവായിരുന്നു. ഞങ്ങൾ നല്ല രസകരമായിട്ട് ഈ മരം നടന്ന പണികളും കാര്യങ്ങളും അവർ നടക്കാൻ പോവുകയും അവിടെ പരമാവധി സ്വാതന്ത്ര്യത്തോടെ അവർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവർ 2 പേരും കൂടെ തിരിച്ചു പോയി. പിന്നെ എന്നോട് പറയുന്നുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി മാറുകയാണ്, ഡ്രാമ സ്കൂളിൽ ചേരുകയാണെന്ന്. അങ്ങനെ തൃശ്ശൂരുള്ള ഡ്രാമ സ്കൂളിലെ, അപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി പോയി. അവിടെ നിന്ന് ഡ്രാമ സ്കൂളിൽ പോയി ചേർന്നു. അപ്പോൾ പിന്നെ ഡ്രാമ സ്കൂളിലെ സ്റ്റുഡൻ്റായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത്, ആ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഈ ഡ്രാമ സ്കൂളിൽ പോകുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞു, അഭിനയയിൽ ജീവിക്കുന്ന സമയത്താണ് അവൾ അവിടുത്തെ ഒരു സുഹൃത്തിനുമായിട്ട് വന്നിട്ട് പറഞ്ഞായിരുന്നു. അന്ന് ഞാനിവിടെ താമസിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഇത് ജീവിക്കാം, അത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ വന്ന അയാൾ പറഞ്ഞ് ഇത് മൈത്രേയൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ കൂട്ടുകാരൻ പറയുകയും ചെയ്തു. പക്ഷേ അത് തുടർന്നോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ, ഞാനതൊരിക്കലും ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കണം അവർക്ക് ഈ വിഷമമൊക്കെ വന്നതൊക്കെ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാനത് പ്രത്യേകിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല. ഞാനത് ഒരു സ്ട്രൈഡിൽ തന്നെ എടുക്കുകയാണ്. ആളുകൾ പ്രണയിക്കുകയും ഇഷ്ടപ്പെടുകയും ജീവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അവരുടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെച്യൂരിറ്റി അവർ സ്വാഭാവികമായി ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നും വേറെ ഒന്നും അതിനകത്ത് പറയേണ്ട കാര്യമില്ലെന്ന് അറിയുന്ന ആളാണ്. കുട്ടികൾ തമ്മിൽ പരസ്പരം കണ്ടെത്തുക എന്ന് പറയുന്ന ആ തിരഞ്ഞെടുപ്പ് അവരുടേതാണെന്നും ആ തിരഞ്ഞെടുപ്പിനകത്ത് അവർക്ക് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മതി എന്നുള്ള കാഴ്ചയുള്ളത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. മറ്റേല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന നിലവാരത്തിലെ നിർബന്ധം കൊണ്ടാണ് നമുക്കൊരിക്കലും അവർ ആർക്കും തിരഞ്ഞെടുക്കാനും അറിയാനും പറ്റുന്ന ഒരു സ്പേസും കൊടുക്കത്തില്ല. ശ്വാസം മുട്ടി ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചിലപ്പോൾ അവരുടെ വശത്തുള്ളൂ. അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു, പക്ഷെ വേറെ തരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നൊന്നും കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല. അത് ജീവിച്ചാലേ അറിയാനൊക്കത്തുള്ളൂ. ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും പെൺമക്കളുടെ അച്ഛന്മാരായിരിക്കുന്നവരുടെ അമ്മമാരായിരിക്കുന്നവരുടെ തീവ്രമായ പേടിയാണ്
കുട്ടി ഗർഭം ധരിച്ചു എന്തായി പോകും, ഇനി എന്താണ് ഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം അങ്ങ് പാഴാണ്. ഒന്നും സംഭവിക്കാനില്ല എന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഗർഭം ധരിക്കാതിരിക്കാനായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അത് ചെയ്യുക. ഇനി അങ്ങനല്ല, അങ്ങനെ നമ്മുടെ ശ്രദ്ധയ്ക്ക് അതിന് അപ്പുറത്തും പോയി ഇപ്പം നമ്മളെല്ലാം പ്രായപൂർത്തിയായവരും തന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടും കുട്ടികളുണ്ടായി പോകും. തെറ്റൊക്കെ പറ്റും നമുക്ക്. അതുപോലൊരു തെറ്റ് പറ്റുന്നത് പറഞ്ഞാൽ കുട്ടി ഉണ്ടാക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ട് പോലും ഉടനെ ലൈംഗിക ബന്ധത്തിനകത്ത് കുഞ്ഞുണ്ടായി പോവുകയൊക്കെ ചെയ്യും. അത് കുഞ്ഞ് വേണോ നിലനിർത്തണോ എന്നുള്ള ചോയ്സ് മാത്രമാണ് നമുക്ക് പിന്നുള്ളത്. അത് അബോർട്ട് ചെയ്ത് കളയണോ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. രണ്ടാമത് പിന്നെന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അവർ രോഗം പിടിക്കാതെയും എങ്ങനെയാണ് ഗർഭം ഉണ്ടാകാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചാൽ മതി. അല്ല, വേറെ ഒന്നും സംഭവിക്കാനില്ല അവിടെ. ഈ ചെയ്യുന്ന രീതിയിൽ അവൾ ജീവിച്ചിട്ടുണ്ട്. അവൾ ഗർഭമൊന്നും ഉണ്ടാക്കിയില്ല. അത് കാരണം കൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള അതിനപ്പുറത്തോട്ട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനകത്ത് ഞാൻ ചോദിക്കാൻ പോയിട്ടേ ഇല്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിനുള്ള അവർക്ക് അവകാശമുണ്ട്, കുട്ടികൾക്ക് അവകാശമുണ്ട് എന്നറിയുന്ന ആളാണ്. ഇത് സ്വന്തം മകളായാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ്. ചെയ്യും, അത്രയാണ് എനിക്ക് പറയാനുള്ളത്, ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ ഈ ഡ്രാമ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 വർഷം, എനിക്കത് 3 വർഷത്തെ കോഴ്സോ മറ്റോ ആണ്. അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞ് അവൾക്കൊരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അവളെയും വേറൊരാളും 2 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഡ്രാമ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു മാസത്തിനകത്ത് അവർക്ക് പോകാൻ പറ്റും. അത് കാരണം കൊണ്ട് അത് അവിടെ അങ്ങ് പഠിച്ചോളാം. അപ്പോൾ അവർക്കൊരു ഗ്രാൻഡ് പോലെ കിട്ടും. പക്ഷേ ആ കിട്ടുന്നത് ഇവർ പഠിച്ച് ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഏൺ ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് റിട്ടേൺ ചെയ്താൽ മതി. അത് അവൾ സ്വാഭാവികമായിട്ട് ചെയ്തോളാം, നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് നിൻ്റെ ഡിസിഷൻ അങ്ങനെയാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ ഡ്രാമ സ്കൂളിൽ നിന്ന് പോരുകയും പോകാനായിട്ടുള്ള പ്രിപ്പറേഷനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു കത്ത് കിട്ടുന്നുണ്ട് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഗ്രാൻഡുണ്ട്. ആ ഗ്രാൻഡിനകത്തു നിന്നാണ് ഇതേപോലെ സ്റ്റുഡൻസിന് അവർ കൊടുക്കുന്ന ഗ്രാൻഡ് ഉണ്ടാകും. അപ്പം സാധാരണ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കേണ്ടാത്തതായിട്ട് കിട്ടുന്ന പണമാണ്. പക്ഷേ ഇത് അവർക്കൊരു സക്സസ്ഫുള്ളായ ആൾക്കാർ തിരിച്ചു കൊടുക്കാനായിട്ട് അവർക്കൊരു ഇടവേള കൊടുക്കുന്ന തരത്തിലാണ് അതുണ്ടായത്. അപ്പോൾ അവർക്ക് ഇത്തവണ ആ യൂണിവേഴ്സിറ്റിക്ക് കിട്ടേണ്ട ഗ്രാൻഡ് കിട്ടിയില്ല, അതുകൊണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇവളിങ്ങനെ അവൾ കുഴപ്പത്തിലായി പോകുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയാണ് അവൾ ഡ്രാമ സ്കൂൾ അങ്ങ് വിട്ട് സിംഗപ്പൂർ പോവാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്യാപ്പ്. അപ്പോൾ ഞാനിത് അവളോട് ചോദിക്കാതെ തന്നെ സെൻസ് ചെയ്ത് അവളുടെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം ഫ്രണ്ടിലുണ്ടാകും എന്നെനിക്ക് കാണാം. മനുഷ്യർ വിഷമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. നല്ല മൂച്ചോടെ അവിടുന്ന് പറഞ്ഞു പോകുന്നതായിരിക്കുമല്ലോ. ഞാനത് ആലോചിച്ചപ്പോൾ അവൾ പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പുറത്ത് പോയി പഠിക്കുന്നതിനുള്ള അവൾ സിംഗപ്പൂർ പോകുന്നത് പോലുള്ള ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് പരിധി ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടോയെന്ന്. അപ്പം കാനഡയിൽ, ഇംഗ്ലണ്ടിൽ, ഫ്രാൻസിൽ, ഓസ്ട്രേലിയയിലൊക്കെ ഇതുപോലത്തെ കോഴ്സുകളുണ്ട്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ 27-28 ലക്ഷം രൂപയുടെ ചിലവ്, ഫീസും പിന്നെ താമസ സൗകര്യവും കാര്യങ്ങളും എല്ലാം വേണം. അതിനകത്ത് കുറവുള്ള സ്ഥലമോ എന്ന് പറയുന്നതല്ല, 23 ലക്ഷത്തോളം വരുന്ന ഫ്രാൻസാണ് താരതമ്യേന കുറവ്. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞ് ഫ്രാൻസിലാണ് യഥാർത്ഥത്തിൽ ആർട്ടിനെ പറ്റി ഏറ്റവും നന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഫ്രാൻസിൽ പോകുന്നതായിരിക്കും കൂട്ടത്തിൽ നല്ലതെന്ന്. അപ്പോൾ അവൾക്കൊരു കാര്യം അറിയാം, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, അപ്പോൾ ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ അവൾ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇത് നോക്കുക എന്നൊക്കെ പറയാമെന്ന്. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിലായിരിക്കും കൂട്ടത്തിൽ നല്ലത് പോകാനെന്നൊക്കെ എന്ന് കണ്ടെത്തി പറയുക ചെയ്ത്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടെ ഉള്ള ഞാൻ കനിയുടെ കസിൻസ് എന്ന് പറയുന്നവർ തന്നെ 10 പേര്
ഉണ്ട്. അപ്പോൾ 10 പേരും അതിലൊരാളൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ജോലിയുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചാൽ കുറച്ച് പണം തരാൻ പറ്റും. പിന്നെ എൻ്റെ സഹോദരങ്ങളായിട്ട് 5 പേരുണ്ട്. പിന്നെ അവളുടെ പേരിൽ ഈ എൻ്റെ അച്ഛൻ ഒരു ഇന്ദിരാ വികാസ് പത്ര എന്നങ്ങാണ്ട് പറഞ്ഞൊരു സാധനം 25,000 രൂപയുടെ മേടിച്ചിട്ട് അത് മെച്ചുവറായി ഇപ്പോൾ 1,00,000 രൂപ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജയശ്രീയുടെ അച്ഛൻ അവളുടെ പേരിൽ ഇട്ടിരിക്കുന്ന 1,00,000 ഉണ്ട്. എൻ്റെ അമ്മ 1,00,000 തരാം. അപ്പോൾ അങ്ങനെ 3,00,000 രൂപ ഓൾറെഡി ഉണ്ട്. ബാക്കി 20 വേണം. അപ്പോൾ ഞാൻ ഇവരെ ഈ എൻ്റെ സഹോദരങ്ങളും ഇവരും എല്ലാവരും കൂടെ കസിൻസും എല്ലാം കൂടെ തരുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ എങ്കിലും മാറും. പിന്നെ ഒരു വലിയൊരു തുകയല്ലാത്തൊരു തുക നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ സഹോദരങ്ങൾക്കൊരു എല്ലാവരും കൂടെ വായിക്കുന്ന ഒരു ഇമെയിൽ എഴുതി ഇങ്ങനെ കനി ഫ്രാൻസിൽ പോകാനായിട്ടൊരു. പക്ഷേ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ ഈ ആർട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഇത്രയും കാശ് ചെലവഴിച്ച് പഠിക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിട്ടിക്കാണ് വയ്ക്കുന്നത്. പണമൊന്നും തരത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ഇത്രയും പൈസ ചിലവഴിച്ച് എന്തിനാണ് അതൊക്കെ പഠിക്കുന്നതെന്ന് അത് എനിക്ക് വലിയ ഷോക്കിംഗ് ആയിട്ട് ഞാൻ അനുഭവിച്ചു പോയൊരു സാധനം. അതുകൊണ്ട് ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പുള്ളിയാണെങ്കിൽ നല്ല പാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ അയാളാണെങ്കിൽ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുക, ആർട്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അച്ഛന്മാരെന്നുള്ള നിലവാരത്തിൽ ഒരാൾ ആലോചിക്കുമ്പോൾ ഇത്രയും പണമൊക്കെ ചിലവഴിച്ചൊരു ആർട്ട് ഫോം പഠിക്കാനായിട്ട് 23 ലക്ഷം രൂപ ചിലവഴിച്ച് എന്തിനാണ് പോകുന്നതെന്നൊരു ക്രിട്ടിക്കാണ് പുള്ളി എഴുതി അയച്ചത്. പക്ഷെ ഇതെല്ലാവർക്കും കൂടെ ഒന്നിച്ചെല്ലിയോ വായിക്കുന്നത്. അപ്പോൾ ആകെ അവളുടെ 2 കസിൻസ് മാത്രമാണ് ഒരാൾ 1,00,000 വേറെ ആൾ 50,000 തരിക എന്ന് പറയുന്നതാണ് ചെയ്തത്. ഞാനും അതിനകത്ത് പറ്റി വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവർ സ്വാഭാവികമായിട്ട് തരുന്നവരാണെന്നുണ്ടെങ്കിൽ തരും എന്നുള്ളതല്ലാതെ ഞാൻ അതിനകത്ത് അവർ അങ്ങനെ ചേട്ടൻ അങ്ങനെ എഴുതിയത് എന്താ ശരിയായില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി എഴുതാനൊന്നും പോയില്ല. ഞാൻ ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അത് വിടുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് എൻ്റെ സുഹൃത്തുക്കളായ പണം തരാൻ കഴിവുള്ള മനുഷ്യർ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനൊരു 30 പേരുടെ ഇതെടുത്ത് അന്ന് സെൽഫോൺ ഉണ്ടായ കാലമായത് കാരണം കൊണ്ട് ഒരു മെസ്സേജിനകത്താക്കി ഞാനൊരു 30-35 പേർക്ക് അയച്ച് ഞാൻ പണം കടമായിട്ടാണ് എനിക്ക് 1,00,000 രൂപ വെച്ച് നിങ്ങൾ ഓരോരുത്തരും തരണം. അത് എനിക്കൊരു സ്ഥലം അച്ഛൻ തന്നത് എൻ്റെ പേരിലുണ്ട്. ആ സ്ഥലം വിൽക്കുമ്പോൾ ഞാൻ തിരിച്ചു തരും. പലിശയും സാധനമൊന്നും എനിക്കില്ല. പക്ഷേ പണം തിരിച്ചു തരും. അത്രേ എനിക്ക് ഇതുള്ളൂ. അത് ചിലപ്പോൾ 3-4 കാരണം ഈ സ്ഥലം വിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ട്, കാരണം അത് വിൽക്കാനായിട്ട് ഒത്തിരി വർഷം ശ്രമിച്ചിട്ട് ഒരിക്കലും നടന്നിട്ടില്ലാതെ കിടക്കുന്നൊരു സ്ഥലവുമാണ്. എളുപ്പമൊന്നും അല്ലെന്ന് എനിക്കും അറിയാം. അപ്പോൾ ആ സ്ഥലം വിൽക്കുമ്പം ഞാൻ പണം തിരിച്ചു തരും, അതുകൊണ്ട് കടമായിട്ട് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അയച്ചു. ആദ്യമായിട്ടാണ് നമ്മൾ ഈ സുഹൃത്തുക്കളെന്ന് പറയുന്നവർ ജീവിതത്തിൽ എത്ര വലിയ പ്രഷ്യസാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരാഴ്ചക്കകത്ത് 20 ലക്ഷം രൂപ. അത് ചിലരൊക്കെ ആണെന്നെങ്കിൽ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് 3.5 ലക്ഷം രൂപ വരെ ഒരാളൊറ്റയ്ക്ക് തന്നവരുണ്ട്. അത് സ്വർണ്ണം പണയം വെച്ചിട്ടാണ്. അല്ലാത്തവരൊക്കെ 1 ലക്ഷം രൂപ വെച്ച് തരുന്നവർ. എന്തായാലും ഇനിയും വേണ്ട എന്ന് മറ്റുള്ളവരോട് പറയത്തക്ക വണ്ണം 20 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ടുവന്നു. ജീവിതത്തിനകത്ത് ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യർ അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. ആളുകൾ ഞാൻ ഇന്ന് ഈ ജീവിക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനൊക്കെ ആ ലെവലിലുള്ള ഒരു ത്വരയൊക്കെ ഉണ്ട്. ആളുകൾ നമ്മളെ ആവശ്യമുള്ള ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോഴത്തേന് ഞാനൊരു 10-35 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ആളാണല്ലോ. അപ്പോൾ ആളുകൾ എനിക്കൊരാവശ്യം വന്നാൽ മുൻകൈ എടുക്കും എന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ അവരവർക്ക് വേണ്ടി മാത്രം, അവരുടെ വീട്ടിലുള്ളവർക്ക് മാത്രം വേണ്ടി ജീവിക്കുന്നവരെ ആലോചിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ പണം വന്ന് അപ്പോൾ ജയശ്രീ അപ്പോഴത്തേന് ആന്ധ്രാപ്രദേശിൽ മറ്റേ പ്രോജക്റ്റ് ചെയ്യാൻ പോയിരുന്നതാണ്. അപ്പോൾ ജയശ്രീ ഡോക്ടറായത് കാരണം കൊണ്ട് ഞങ്ങളൊരു ബാങ്കിൽ, ഗവൺമെൻറ് ബാങ്കുകളിലെല്ലാം ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബാങ്കുകളിലൊക്കെ നോക്കിയപ്പം അവരങ്ങനെ തരുന്നില്ല. ഒരു എഡ്യൂക്കേഷൻ ലോൺ വല്ലതും കിട്ടുമോ എന്ന് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ആക്സിസ് ബാങ്കിൽ മാത്രം
അവർ പറഞ്ഞ് ജയശ്രീ ഡോക്ടറായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വരുമാനം ഇല്ലാത്തവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് ഇയാളുടെ പേരിലും തരാനൊക്കത്തില്ല, കനിയുടെ പേരിലും തരാൻ പറ്റത്തില്ല, ജയശ്രീ ഡോക്ടറായത് കാരണം കൊണ്ട് തരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ 10 ലക്ഷം രൂപയുടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടി. ആ ലോൺ കിട്ടി ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ സ്വർണം പണയം വെച്ച് കാശ് തന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ ഈ പൈസ ആദ്യമേ തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഈ പലിശ അവരുടെ പേരിൽ അവർക്ക് പലിശ ഉണ്ടാകുന്ന ആ മെക്കാനിസങ്ങളെല്ലാം തീർത്തു. അപ്പോഴത്തേന് തന്നെ ഒരു 7 ലക്ഷം രൂപയോളം ബാങ്കിൽ നിന്ന് നമ്മൾ പിൻവലിച്ച് കൊടുത്ത്, പിന്നെ ഉള്ള ഒരു 3 ലക്ഷവും അതുപോലെ തന്നെ ജയശ്രീയാണ് പിന്നെ കനിക്ക് ജീവിക്കാനും താമസിക്കാനും ഒക്കെയുള്ള പണമൊക്കെ ഈ ഫീസിന് പുറത്ത് കൊടുക്കണം. അപ്പോൾ അവിടെ വളരെ ആക്സിഡൻ്റലായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു ഫ്രഞ്ചുകാരി സ്ത്രീയെ പരിചയപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ അലയൻസ് ഫ്രാൻസിസുമായിട്ട് ബന്ധപ്പെട്ട് അവരവിടെ വന്നതാണ്. അപ്പോൾ അറിയാതെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ എൻ്റെ മകളെ അവിടെ അയക്കുന്നുണ്ട്, അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ, അവിടെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തു തരേണ്ട ഒരു സഹായം എന്ന് പറയുന്നത് അവിടെ താമസിക്കാനൊരിടം. അപ്പോൾ 400 യൂറോ വേണം ഒരു മാസം. അവിടുത്തെ ഏറ്റവും അത്രയും ചിലവ് വരും എന്നവിടെ പറയുന്നുണ്ട് പുറത്ത് താമസിക്കാനായിട്ട്. അവിടുത്തെ ഡോർമെറ്ററി, അവരുടെ ഈ സ്ഥാപനത്തിൻ്റെ ഡോർമെറ്ററിയിലാണെന്നുണ്ടെങ്കിൽ 300 മതി, 100 യൂറോ എക്സ്ട്രാ ആവും പുറത്ത് താമസിച്ചാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാശ്. അപ്പോൾ ഇവർ വിളിച്ച് അവരുടെ കൂട്ടുകാരിയായിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ച് അവരുടെ ഒരു അപ്സ്റ്റെയറിലൊരു കൊച്ചു മുറിയുണ്ട്, അവിടെ താമസിക്കും. മാത്രമല്ല ഇവരവിടെ താമസിക്കുന്ന സമയത്ത് അവർ പുറത്ത് പോകുമ്പോൾ അവരുടെ കുട്ടിയെ നോക്കുകയും വേണം. ഇങ്ങനെയൊക്കെയാണ്ട് ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഒരു സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ കനി അവിടെ അങ്ങനെ കനി അവിടെ പോയി പഠിക്കാമെന്ന് തുടങ്ങിയത്. പക്ഷെ അവിടെ എനിക്ക് ഇങ്ങനെ എഴുതി, ഇവിടെ ഈ മുറി എന്ന് പറയുന്നത് മുറിയായിട്ട് ഇല്ല, ആകെ ഒരു കട്ടിൽ കിടക്കും, അത്രയുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രാൻസിലൊക്കെ 1 ഇഞ്ചിന് ആണ് വാടക, അല്ലാതെ സ്ക്വയർ ഫീറ്റിനല്ല. അത്ര ചിലവുള്ള ഒരു പാരീസ് എന്ന് പറയുന്ന നഗരത്തിനകത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത ചിലവുകളാണ്. അപ്പോൾ നമ്മളീ പറയുന്ന 23 ലക്ഷം ഈ ഫീസൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ചിലവ് വരും നമ്മൾ ഈ ജീവിക്കാനാവശ്യമായിട്ടുള്ള. അപ്പോൾ കനി തന്നെ ഒരു ദിവസം എന്നോട് പറയുകയാണ്, ആദ്യത്തെ 2-3 മാസം കാപ്പി തന്നെ മേടിച്ച് കുടിക്കാനൊന്നും ആലോചിക്കാനൊക്കത്തില്ല. കാരണം നമ്മളറിയാതെ ഈ രൂപ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുമല്ലോ. അപ്പോൾ 2 യൂറോ എന്ന് പറയുമ്പോൾ അന്ന് 70 രൂപയാണ് യൂറോയ്ക്ക്. ഇപ്പോൾ നമ്മുടെ ഡോളറിൻ്റെ വിലയാണ് അന്ന് യൂറോയ്ക്ക്. അപ്പോൾ 140 രൂപയ്ക്ക് ഒരു കാപ്പി എങ്ങനെ കുടിക്കും? അപ്പോൾ കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ തന്നെ പറയാണ്, 5-6 മാസമൊക്കെ ഞാനിങ്ങനെ ഞെരുങ്ങി പിന്നെ ഞാനങ്ങ് വിട്ടെന്ന്. അപ്പം ഈ ചിലവുകളൊക്കെ ജയശ്രീ അയച്ചു കൊടുത്ത് ആണ്. അപ്പോൾ ജയശ്രീ പറയുന്നുണ്ട് എന്നോട്, നമ്മൾ ഈ കണക്ക് കൂട്ടിയ പോലെയുള്ള തീരത്തില്ല, ഇന്നതുപോലെയുള്ള വരുന്നുണ്ട്, അത് ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കനി അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുകയും അവളവിടെ എന്നിട്ട് അത് പഠിച്ച് അവിടുന്ന് അതിനകത്തുനിന്ന് എന്താ പറയണ്ടേ, പാസ്സാകുന്ന ഒരു കാലത്ത് എത്തിയ സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് അവളുടെ മുട്ട് തെറ്റി. ഈ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഈ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. നമ്മുടെ ഈ ജോയിൻസ് തെറ്റിപ്പോവുക എന്ന് പറയുന്നത്, തോള് തെറ്റുക, ഈ മുട്ട് തെറ്റുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡിസ്ലൊക്കേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അത് ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായി. അവൾ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ പേടിച്ചിരുന്നതാണ്, അങ്ങനെ ഒരിക്കലും വരരുത്, എന്നിട്ട് അത് അവൾക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പോൾ നമ്മളെല്ലാം വിഷമിച്ചു. കാരണം പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്, മാത്രമല്ല അതിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്ന് എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ അവൾ ഇത് തീർത്ത് അവിടുന്ന് വരുമ്പോൾ ഡിസ്ലൊക്കേറ്റ് ചെയ്ത ഒരു കാലുമായിട്ടാണ് തിരിച്ചെത്തുന്നത്. എന്നിട്ട് ഇവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിന് കാര്യങ്ങളൊക്കെ അന്ന് വീട്ടിലൊക്കെ ചെയ്യുകയും അവൾ നോക്കുക, അവിടെ നിത്യജീവിതത്തിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നത്.
അത് കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്ത് എന്നാലും അവളുടെ ടോപ്പ് പെർഫോമൻസിലേക്ക് അവൾക്ക് തിരിച്ച് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമോ നമ്മൾ സംശയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവൾക്ക് അത് യഥാർത്ഥത്തിൽ അങ്ങനെ കഴിയുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനത്തെ ട്രോമയ്ക്കകത്തൊക്കെ അവൾ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് അവളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് ഈ സിനിമയുടെ ലോകത്തേക്ക് അവൾ എൻട്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് തന്നെ ഈ കേരള കഫേ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് സിനിമയ്ക്കകത്ത് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ അഭിനയത്തിനകത്ത് അവൾ മുന്നേറി തന്നെത്താൻ ജീവിക്കാൻ പോകുന്ന ഒരു ലോകമൊക്കെ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ സ്ത്രീകൾക്ക് ദുരിതം പിടിച്ചൊരു സ്ഥലമാണെന്ന് പെട്ടെന്നാണ് അവൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെ എളുപ്പമല്ല. അത് കാരണം കൊണ്ട് സാധാരണഗതിയിൽ അവൾ അഭിനയിക്കാൻ അഭിനയിക്കുകയും ചെയ്യും എന്നൊക്കെ ആളുകൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്നവർക്ക് തന്നെ ഇഷ്ടംപോലെ അവളെ അറിയുന്നവരൊക്കെ ഉണ്ടായിട്ടും വളരെ കുറച്ച് സിനിമകളെ അവൾ അഭിനയിച്ചിട്ടുള്ളത്. ഈ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഒരു കണ്ണിയായിട്ട് ചേരാൻ അവൾക്ക് കഴിയാതാക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അതൊരു എന്താ പറയണ്ടേ, അവൾ തിരഞ്ഞെടുത്ത ആ ഇടത്തിൽ തന്നെ ഇത്രയും വിഷമിപ്പിക്കുന്ന, അല്പം പോലും സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു സമൂഹത്തിനകത്താണ് അവൾ ചെന്ന് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ജീവിക്കാൻ കഴിയുമോ എന്നൊന്നും ആലോചിക്കാൻ പറ്റാത്തടത്താണ് സത്യത്തിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അവൾ നാടകവും സിനിമ വല്ലപ്പോഴും കിട്ടുന്നൊരു സിനിമയും ഒക്കെ ആയിട്ടാണ് അവൾ പിന്നെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, അറിയുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ ഉർമിയോ എന്ന് പറയുന്നതിനകത്ത് അവൾ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനന്ന് ആ സമയത്ത് ഇവിടെ ഇല്ല, ഞാനത് ഉർമി കണ്ടിട്ടില്ല. പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടിയായിട്ട് നിത്യ മേനോനെ ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്തോ ഒരു എനിക്ക് തോന്നുന്നു ആരാണ് എടുത്തതെന്ന് അറിഞ്ഞോട്ടെ, പൃഥ്വിരാജിൻ്റെ ചേട്ടൻ കൂടെയൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ട്. അത് നാടകം പോലെ ചെയ്ത ഒരു സിനിമ ആയിട്ടാണ് അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പ്രധാന ക്യാരക്ടറായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിത്യാമേനോൻ അവളുടെ ഒരു പ്രധാനപ്പെട്ട കൂട്ടുകാരിയായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവൾ ഈ മാനേജറെ വെച്ചിട്ടാണ് ഈ പ്രൊഡ്യൂസർമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നത്. അല്ല അവളെ നേരിട്ട് സംസാരിക്കാനൊന്നും അവൾ അപ്പോൾ ഈ നായകന്മാർക്കൊന്നും ഒരു ആക്സസിബിലിറ്റി കിട്ടാത്ത ഒരു തരത്തിലാണ് അവൾ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ നമുക്ക് പിൽക്കാലത്ത് കാണാൻ പറ്റുന്നുണ്ട്. നിത്യാമേനോൻ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് ഇത്തരത്തിലുള്ള സെൽഫ് റെസ്പെക്റ്റോടെ പെരുമാറുന്ന ഒരാൾക്ക് സാധിക്കാത്തവരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും അന്നേ അത് ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ നമുക്കിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ അവൾ നാടകം എന്ന് പറയുന്നതിനകത്തൊക്കെ അപ്പം അവളുടെ സുഹൃത്തുക്കളായിട്ടൊരു ദീപൻ ശിവരാമൻ ആദ്യം തൊട്ട് തന്നെ അവളെ അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള നാടകങ്ങളിനകത്തൊക്കെ അവൾ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാടകം സിനിമയിൽ ഇച്ചിരി, പിന്നെ ഒരു സീരിയലിൽ അങ്ങോട്ട് പോയി, അതും ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഒരു സീരിയലിൽ പോയി അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അവൾക്കൊരു സുഹൃത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു ധനമൊക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ അവർ തമ്മിൽ കൂട്ടൊക്കെ ആയിട്ട് അതൊരു 2-3 വർഷം അവർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പിരിഞ്ഞു. ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് അവർ തന്നെത്താൻ തിരിച്ചറിഞ്ഞ് പിരിഞ്ഞു. അപ്പോഴും ഞാൻ അവൾ എടുക്കുന്ന ആ തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ. അവർ തമ്മിൽ പിരിയുമ്പോൾ ഞാൻ ഈ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞാലും നമ്മൾ തമ്മിലുള്ള കൂട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, ഞാൻ ഖനിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഇനി എനിക്ക് വേണ്ട എന്ന് എന്നോട് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു പോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാണ് ഇവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഒരാൾ ബോംബെയിൽ നിന്ന് എന്നെ കാണാൻ വന്നിരുന്നു, മൈത്രേയും പരിചയപ്പെടേണ്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് എനിക്ക് പറഞ്ഞ് ഒരു സിനിമ അയച്ചു തന്നു. അത് കണ്ട് അയാളെടുത്ത സിനിമയാണ്. പിന്നെ കുറേ ഷോർട്ട് ഫിലിമൊക്കെ അയച്ചു തന്നു. ഞാൻ ആദ്യത്തെ ആ സിനിമ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ കാണാത്ത നിലവാരത്തിൽ
ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരാളാണെന്ന് കാണാനത്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഇയാളുമായിട്ട് വന്നു. അത് ഇപ്പോൾ അവളുടെ പാർട്ട്ണറായിട്ടിരിക്കുന്ന ആനന്ദ് ഗാന്ധിയാണ്. അപ്പോൾ ആനന്ദ് ഗാന്ധി അതിനു മുമ്പേ ഞാൻ ഈ സിനിമ കണ്ടാണ് ആദ്യമായിട്ട്, ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടുമില്ല, എനിക്ക് അറിഞ്ഞുകൂടെ. ഞാനങ്ങനെ സിനിമ പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ കാണാൻ നടക്കുന്നില്ല. അതിന് മുമ്പാണെങ്കിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ കാണാതായിരുന്നു. എന്തായാലും ആനന്ദിൻ്റെ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ അയാളൊരു ഡിഫറൻ്റായ ആളാണ്. പിന്നെ ഞാനും ആനന്ദുമായിട്ട്, അപ്പോൾ ഇവൾ പറഞ്ഞു ഒരു കാര്യം മൈത്രൻ ഇങ്ങ് വാ, ബോംബെ വാ, ഇവിടെ വന്ന് ആനന്ദിനെ പരിചയപ്പെടും. അപ്പോൾ ഞാൻ അന്ന് ഒരു ദിവസം ഇവിടെ വെച്ച് കണ്ടതല്ലാതെ അവിടെ പോയി താമസിക്കാൻ തീരുമാനിച്ചു. ഞാനങ്ങനെ ബോംബെ പോകും. അവിടെ ചെന്ന് ആനന്ദുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കിത്രയും യോജിപ്പ് തോന്നിയ, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ, അയാൾ ജെയിൻ ഫിലോസഫിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേദാന്തം പഠിച്ചിരുന്ന കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു യോജിപ്പോടെ ആ വിഷയങ്ങളും സയൻസിനകത്ത് രണ്ടുപേരും ഒരുപോലെ ഭ്രാന്തന്മാരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരാൾ, ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്ങിനകത്തൊക്കെ ഉള്ള അറിവും, അപ്പോൾ അത്തരത്തിലുള്ള ഡിഗ്രിയൊക്കെ തന്നെത്താൻ മേടിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ പഠിക്കാതെ ഡിഗ്രി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി കൊടുത്തതാണെന്ന്, അവരോധിച്ച് കൊടുത്തതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ട്യൂൺഡായി. അപ്പോൾ ഞാൻ ആദ്യം അവരോട് പറഞ്ഞൊരു വരികയാണ്, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരോട് ഒത്തിരി നാൾ ഒന്നിച്ച് വരത്തില്ലായിരിക്കും, പക്ഷേ നമ്മൾ തമ്മിൽ പിരിയേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എഗ്രി ചെയ്ത്, കനി ആനന്ദമായിട്ട് പിരിഞ്ഞാലും ഞാനും ആനന്ദം തമ്മിൽ പിരിയത്തില്ല എന്ന്. മറ്റേതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് ഇതുപോലെ എൻ്റെ സുഹൃത്തായിരുന്നു, നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ്, അതുപോലെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ അത്രയും പറഞ്ഞു. അവരുടെ വീട്ടിലൊക്കെ പോയി അവരുടെ അമ്മയും അച്ഛനെയൊക്കെ കണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയും അവർ രണ്ടുപേരും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നവരും നല്ല രസമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുമുണ്ട്, ആനന്ദിൻ്റെ അച്ഛനില്ല. അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച ഒരാളാണ് ഉള്ളത്. അദ്ദേഹവും നല്ല രസമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഞാൻ അവിടെ ഒരു മാസത്തോളം അവരുടെ കൂടെ താമസിച്ചു. അതിനുശേഷം ഞാൻ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തു. അങ്ങനെ കനി അങ്ങനെ അയാളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബോംബെ എന്ന് പറയുന്ന ലോകത്തേക്ക് അവൾ എൻട്രി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയുള്ള അപ്പം ഷോർട്ട് ഫിലിംസ് അവളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന കുറേ നല്ല ഷോർട്ട് ഫിലിംസ് ഉണ്ടാകുന്നുണ്ട്, ഹിന്ദിയിലും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന. അപ്പോൾ അതൊക്കെ മറ്റൊരു ലെവലിൽ അവൾ ഇവിടുത്തെ ഒരു ലോകത്ത് സിനിമയ്ക്കകത്ത് ഇല്ലാതിരിക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ അഭിനയിക്കാൻ കഴിയുന്നവരായിട്ട് അവൾ മാറുന്നത് കാണാം. പിന്നെ ആനന്ദും അവളും കൂടെ ചേർന്നിട്ട് സിനിമയൊക്കെ എടുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതുവരെ അവൾ ഈ വളരെ റീസെൻ്റായിട്ട് ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് അവർ ആനന്ദ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അവിടെ തന്നെ ആനന്ദിൻ്റെ തന്നെ പാർട്ട്നേഴ്സായിട്ടുള്ള 2 പേരാണ് ആ സിനിമ എഴുതുകയും സ്ക്രിപ്റ്റ് ചെയ്യുകയും സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അവൾ അഭിനയിച്ചിട്ട് ഫിലിം ഫെയറിൻ്റെ ഒരു അവാർഡൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരങ്ങനെ തുടരുന്നുണ്ടാകാം, എന്നും അങ്ങനെ തുടരുന്നുണ്ട്, അവരൊന്നിച്ച് ആയിരിക്കുമെന്നുള്ള അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. വളരെ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷകരമായിട്ട് അവർ ക്രിയേറ്റീവായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ജീവിക്കുന്നെങ്കിൽ നല്ലത്, അത്ര മാത്രമേ നിലപാടുള്ളൂ. അപ്പോൾ അത് ആ ഒരു മേഖലയ്ക്കകത്ത് ഈ മക്കളെ വളർത്തുന്ന സമയത്ത് അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാകുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ അവൾ ഒരു 3 പേരോട് കൂടെ ജീവിച്ചതായിട്ട് നമുക്കറിയാം. ഇനി അത് കൂടുതൽ ജീവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തിരക്കിട്ടുമില്ല. ഒന്നും സംഭവിക്കത്തില്ലെന്നറിയാം. ജീവിതത്തിനകത്ത് അത്രയേ ഉള്ളൂ, ജീവിതം ഇത്രയേ ഉള്ളൂ. അവരവർ ജീവിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞൊന്നും തന്നെ ലോകത്തില്ല എന്നറിയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മറ്റു മനുഷ്യർക്ക് ദ്രോഹകരമായ ഒന്നും തന്നെ 2 പേര് പ്രണയിച്ച് ജീവിക്കുന്നതിലില്ല. അതാണ് അതിനകത്തുനിന്ന് പഠിക്കേണ്ടത്. 2 പേര് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ലോകത്ത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ദ്രോഹപരമായ ഒന്നും തന്നെയില്ല. ആകെ ഉള്ളത് അവനവൻ്റെ കുലമോ അല്ലെങ്കിൽ അവനവൻ്റെ ജനറ്റിക്സോ തുടരാനായിട്ട് ഇന്ന ഇനം നല്ല മുന്തിയ ഇനത്തിൻ്റെ കൂടെ ചേരണമെന്നും മനുഷ്യരുടെ ഒരു ബോധം കൊണ്ടുണ്ടാകുന്ന
മോശപ്പെട്ട വികാരങ്ങൾ കൊണ്ട് മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെയോ അല്ലെങ്കിൽ ഇണകളെയോ, അതാണും ആണും പെണ്ണും പെണ്ണും ഒക്കെ ആയാലും ശരി, ഇണകളായിരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് കൊടുക്കുന്ന നിലവാരത്തിൽ ആ കാര്യങ്ങൾ കണ്ടാൽ മതി. അതിനപ്പുറത്തോട്ട് ലോകത്ത് ദ്രോഹമൊന്നും അതിലില്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി അവളോടൊത്ത് ജീവിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അത് ഇവിടെ എന്താണ്, ആളുകൾ കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും അരാജകത്വം എന്നൊക്കെ പറയുന്നത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിനകത്ത് ഒരു അരാജകത്വത്തിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പട്ടാളത്തിൽ ചേർത്ത് ലോകത്തുള്ളവരെല്ലാം വെട്ടിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്നതൊക്കെ മഹത്തായ പരിപാടിയും രക്തസാക്ഷിത്വവും ഭയങ്കര ഓണറാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ നടുവിൽ പ്രണയിക്കുന്നതാണ് ഏറ്റവും വലുത്. ഒരാൾക്കും ദ്രോഹം ഉണ്ടാകുന്നതല്ല, സ്നേഹത്തോടെ മനുഷ്യർ കഴിയുന്നതാണ്. അത് കുറച്ച് നാളെ ജീവിച്ചുള്ളൂ, ഒന്നും സംഭവിക്കാനില്ല. അത്രയും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മകൾ വളർന്ന് ജീവിക്കുന്നത് വെച്ച് തന്നെയാണ് പറയുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന കാര്യമൊന്നുമല്ല. ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. മൂന്നാമതൊരാൾക്ക് ദ്രോഹമില്ലാത്ത പ്രവൃത്തിയാണ് ആണും പെണ്ണെന്നും പ്രണയിച്ച് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒന്നും തന്നെ സംഭവിക്കാനില്ല. പ്രാകൃതമായ ജാതി മതബോധം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ദ്രോഹകരമായ ബോധം കൊണ്ട് മാത്രം, അന്യരെ വെറുക്കുന്ന ബോധം കൊണ്ട് മാത്രമാണ് അതിനെ എതിർക്കുന്നത്, അല്ലാതെ ഒരു ആവശ്യവുമില്ല. അത്രയേ ഉള്ളൂ അതിനകത്ത്.